നമസ്കാരം പിള്ളച്ചേട്ടാ. നമസ്കാരം നമസ്കാരം. അല്ല പിള്ളച്ചേട്ടാ, നമ്മുടെ ഈ പ്രദേശം ഇങ്ങനെ ഉറങ്ങിക്കിടന്നാ മതിയോ? ഈയിടെയായിട്ട് ഒരു യോഗോ ഒരു മീറ്റിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഒരു മന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് നാളെത്രയായി. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാത്തോണ്ടായിരിക്കും ഈയിടെയായിട്ട് നീ അങ്ങ് മെലിഞ്ഞു പോയത്. ആ പറഞ്ഞത് സത്യം. ആഴ്ചയിൽ ഒരു പ്രസംഗമെങ്കിലും കേട്ടില്ലെങ്കിൽ എന്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ചയും കൈകാലുകൾക്ക് കഴപ്പും തോന്നും. അതൊരു വല്ലാത്ത അസുഖമാണല്ലോ കാത്തവരായ. മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കുന്നത് എനിക്ക് ജീവൻ ടോൺ കഴിക്കുന്നത് പോലെയാ. അതിനിവിടെ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാനുണ്ടായിട്ട് വേണ്ടേ? വല്ല ടീ ഷോപ്പോ തുണിക്കടയോ പാരലൽ കോളേജോ സോമില്ലോ ബാർബർ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തുടങ്ങിയാൽ നമുക്ക് മന്ത്രി വരെ ഉദ്ഘാടനത്തിന് വിളിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? കല്ലിടാമല്ലോ ചേട്ടാ. കല്ലോ? തറക്കല്ലേ? അതിനിവിടെ എവിടെയാണ് സ്ഥലം? ദുശാസനക്കുറുപ്പ് സാറ് ഐരാവതക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം 18 മന്ത്രിമാരുടെ വരികയും 19 കല്ലിടുകയും ചെയ്തു. അക്കാര്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് സാറിനെ സമ്മതിക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സീസണിൽ എത്രയെത്ര മന്ത്രിമാരായി ഇവിടെ വന്നതും പോയതും. ഓഹോ, അവരുടെ ഒക്കെ പ്രസംഗം കേട്ട് ഞാൻ കഷ്ടിച്ചെഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതാ. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ.